റഷ്യൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പ്രാദേശിക മിസൈൽ സഹായം വർദ്ധിപ്പിക്കണമെന്ന് യുഎസിനോട് ആവശ്യപ്പെട്ട് യുക്രൈൻ രംഗത്ത്. തങ്ങൾ വലിയ തോതിൽ മിസൈൽ ക്ഷാമം നേരിടുന്നതായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി CNN-നോട് പറഞ്ഞു. യുഎസിലെ മിസൈൽ സംവിധാനങ്ങളുടെ 10% യുക്രൈന് നൽകിയാൽ റഷ്യയുടെ എല്ലാ ബാലിസ്റ്റിക് മിസൈലുകളെയും ഞങ്ങൾ തകർക്കുമെന്നാണ് സെലൻസ്കി പറഞ്ഞത്. അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ മിസൈലുകൾ ഉപയോഗിച്ചതിനെ തുടർന്ന് ലോകത്ത് മിസൈലുകൾക്ക് വലിയ ക്ഷാമം നേരിടുന്നതായും CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ക്ഷാമം ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്നത് യുക്രൈനെയാണ്. റഷ്യയുടെ റോക്കറ്റ് ആക്രമണങ്ങൾക്ക് മുന്നിൽ യുക്രൈനിലെ നഗരങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവാതെ വരുന്നതായും സെലൻസ്കി വെളിപ്പെടുത്തി. യുക്രൈന് സ്വന്തമായി പ്രാദേശിക ഇന്റർസെപ്റ്റർ മിസൈലുകൾ നിർമ്മിക്കാൻ അനുമതി നൽകുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നിലപാട് യാഥാർത്ഥ്യമാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങളുണ്ട് എന്നും സെലൻസ്കി പറഞ്ഞു. യുഎസിലെ മിസൈൽ സംവിധാനങ്ങളുടെ 10% യുക്രൈന് നൽകിയാൽ റഷ്യയുടെ എല്ലാ ബാലിസ്റ്റിക് മിസൈലുകളെയും ഞങ്ങൾ തകർക്കുമെന്നും സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. നാറ്റോ അങ്കാറ ഉച്ചകോടിക്കിടെ ട്രംപ് പ്രാദേശിക മിസൈലുകൾ സ്വയം നിർമ്മിക്കാൻ യുക്രൈന് ലൈസൻസ് നൽകാൻ അനുവദിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കു ശേഷം ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകാനാവില്ല എന്നാണ് ട്രംപ് മാറ്റിപ്പറഞ്ഞത്. പ്രാദേശിക മിസൈൽ സംവിധാനങ്ങളുടെ നിർമ്മാതാക്കൾ ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഉദ്യോഗസ്ഥരെ കീവിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ കാര്യമായ ഒരു ബലവും ഉണ്ടായിട്ടില്ല. ഈ യുദ്ധത്തിന്റെ തുടക്കം മുതൽ താൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണിത് എന്നാണ് സെലൻസ്കി പറഞ്ഞത്. പ്രാദേശിക മിസൈൽ സഹായം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഫോൺ കോളുകൾ, സന്ദേശങ്ങൾ എന്നിവയിലൂടെ നേരിട്ടും സഖ്യകക്ഷികൾ വഴിയും വൈറ്റ് ഹൗസുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്നും സെലൻസ്കി പറയുന്നു. എന്തായാലും അമേരിക്കയോട് ഇപ്പോൾ യുക്രൈനും സെലൻസ്കിയും സഹായം അഭ്യർത്ഥിക്കുകയാണ്. റഷ്യക്കെതിരെ പോരടിച്ച് പിടിച്ചു നിൽക്കണമെങ്കിൽ മിസൈലുകൾ ഇനിയും ആവശ്യമുണ്ട്. അതിനാൽ അമേരിക്കയുടെ അനുമതി കാത്തു നിൽക്കുകയാണ് സെലൻസ്കി.